ഹജ്ജിനായുള്ള ഒരുക്കം പ്രഖ്യാപിച്ച് മക്കയിൽ സുരക്ഷാ സൈനിക പരേഡ് പൂർത്തിയായി. ചരിത്രത്തിലില്ലാത്ത വിധം സുരക്ഷയിലാണ് ഇത്തവണ ഹജ്ജ് നഗരികൾ. 1 ലക്ഷത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് മക്കയിൽ വിന്യസിച്ചിരിക്കുന്നത്. $20 ലക്ഷത്തിലേറെ ഹാജിമാർ മിനായിൽ മറ്റന്നാൾ മുതൽ എത്തും. അവരെ സ്വീകരിക്കാൻ സജ്ജമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു മക്കയിൽ സുരക്ഷാ വിഭാഗത്തിന്റെ പരേഡ്. സൈനിക, അർദ്ധസൈനിക വിഭാഗങ്ങളും വിവിധ സുരക്ഷാ വിഭാഗങ്ങളും കനത്ത ചൂടിനെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ പരിശീലനമെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായ ഹജ്ജ് ഒരുക്കുമെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ പരേഡ്. വിവിധ സായുധ സൈനിക വിഭാഗങ്ങളും പരേഡിൽ അണിനിരന്നു. വനിതാ സുരക്ഷാ വിഭാഗത്തിന്റെ എണ്ണവും ഇത്തവണ ഹജ്ജിൽ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവരും പരേഡിൽ ഭാഗമായി. ഇനിയുള്ള ദിനങ്ങളിൽ ഹജ്ജിലെത്തുന്ന തീർത്ഥാടകർക്ക് വഴികളിലുടനീളം ഇവരുണ്ടാകും. ഹജ്ജിൽ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നേരിടാനുള്ള മോക്ക് ഡ്രില്ലും ഇവിടെ അവതരിപ്പിച്ചു. ഇന്നു മുതൽ മീന, മുസ്തലിഫ, അറഫ തുടങ്ങിയ പുണ്യനഗരങ്ങളിലേക്ക് ഹാജിമാർക്കും ജോലിക്കാർക്കും മാത്രമാണ് പ്രവേശനം. പെർമിറ്റില്ലാതെ ഇവിടെ നിന്നും പിടികൂടിയാൽ വൻ തുക പിഴ ഈടാക്കി നാടുകടത്തും. ആകാശത്തും ഭൂമിയിലും ഒരേപോലെ നിരീക്ഷണം തുടരുകയാണ്. വ്യോമസേനാ വിഭാഗങ്ങളും പരേഡിന്റെ ഭാഗമായി. വ്യാഴാഴ്ച രാത്രിയോടെ ഹാജിമാർ ഹജ്ജിനായി മിനായിലേക്കെത്തും. സുരക്ഷ വ്യക്തമാക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ നിറഞ്ഞ സൈനിക പരേഡ് 1 മണിക്കൂറോളമാണ് നീണ്ടത്. ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം അവസാനിക്കും വരെ കനത്ത സുരക്ഷയിലായിരിക്കും മക്ക നഗരം. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹജ്ജിന് മുന്നോടിയായി കഅബയ്ക്ക് ചുറ്റും തവാഫ് അഥവാ പ്രദക്ഷിണ കർമ്മം പൂർത്തിയാക്കുന്നുണ്ട്. അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യാനെത്തിയാൽ 10,000 റിയാലാണ് പിഴ. ഇത്തവണ പുണ്യനഗരികളിൽ പ്രത്യേക പരിശോധനകൾ ഉണ്ടാകും. മുമ്പില്ലാത്ത വിധമാണ് ഇത്തവണ പരിശോധന തുടരുന്നത്. സാബിർ സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, മക്ക.